എല്ലാവർക്കും എം&എഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു യാത്രയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ യാത്രയ്ക്ക് പോവാനൊരു കാരണം അമ്മുക്കുട്ടിയാണ്. അമ്മുക്കുട്ടി ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ പഠിച്ചപ്പോ കുറച്ച് സംശയമൊക്കെ ആയിട്ട് ഈ ചായന്റെ ഇടയ്ക്ക് ചെന്നു. വേറൊന്നല്ല, നമ്മുടെ അബ്ദുൽ കലാമിന്റെ വീടിനെ പറ്റിയും പുള്ളിയുടെ സ്ഥലം എവിടെയാണ്, ആ സ്ഥലത്ത് പോകാൻ പറ്റുമോ, എന്തോരം ദൂരമുണ്ട്, ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളായിട്ടൊക്കെ ചെന്നപ്പോ ഞാൻ കരുതി എന്നാ പിന്നെ ഒരു ഓണം സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നലെ സ്കൂളെല്ലാം അടച്ചു, ഓഫീസും അടച്ചു. ഒരു 4 ദിവസം അവധി കിട്ടി. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ 4 ദിവസം ഓണത്തിന്റെ ഒരു വെക്കേഷൻ കിട്ടി. സ്കൂൾ അവധി ഒരാഴ്ചയുണ്ട്, 10 ദിവസമുണ്ട്. എന്നാൽ പോലും ഓഫീസിന് ഒരു 4 ദിവസം കൂടി അവധി കിട്ടിയപ്പോ ഞങ്ങൾ അങ്ങനെ ഡോക്ടർ അബ്ദുൽ കലാമിന്റെ വീടായ രാമേശ്വരത്തെ പോവാന്ന് വിചാരിച്ചു. അപ്പൊ രാമേശ്വരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ധനുഷ്കോടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഇന്ന് രാവിലെ ഒരു 6 മണിയായപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം ഏകദേശം 7:30 മണിയായി. തൃശ്ശൂര് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ധനുഷ്കോടിയിലേക്ക് പോകാൻ നേരത്ത് രാമേശ്വരം ഒന്ന് സ്റ്റേ ചെയ്യണത്. ഇന്ന് വൈകിട്ടോടെ രാമേശ്വരം എത്തും. ഇപ്പൊ ധനുഷ്കോടി എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. രാമേശ്വരത്തെ എല്ലാം കണ്ട് അബ്ദുൽ കലാമിന്റെ വീടും കാര്യങ്ങളെല്ലാം കണ്ട് മ്യൂസിയം എല്ലാം കണ്ട് അമ്മനെ അത് കാണിച്ചു കൊടുക്കാന്ന് വിചാരിക്കുന്നു. പിന്നെ അതിനുശേഷം മധുരയും കൂടി നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യും. അങ്ങനെ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം നമ്മൾ അടിച്ചു പൊളിച്ച് വരാമെന്ന് വിചാരിക്കുന്നു. കൂടെ എല്ലാവരും വരിക. സമയം 9:15. ഞങ്ങളിവിടെ പൊള്ളാച്ചി ടൗൺ എത്തിയേക്കാണ്. അപ്പൊ പൊള്ളാച്ചി ടൗണിൽ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് പറയണം. അപ്പൊ നോക്കിയിട്ട് കടകളൊക്കെ ഇങ്ങനെ നോക്കി ഹോട്ടൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ഞങ്ങള് ഹോട്ടൽ കണ്ടെത്തി. ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഇത് പൊള്ളാച്ചി ടൗണിൽ തന്നെ ആനന്ദഭവൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് ഞങ്ങളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നത്. കുറച്ചുപേര് ഞങ്ങൾ നോക്കുന്നത് പാലക്കാട് തൊട്ട് പൊള്ളാച്ചി വരെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നോക്കി. ഇപ്പൊ ഏകദേശം ഒരു 1 അവറിന്റെ അടുത്ത്, 1 അവർ അല്ല, ഒരു 45 മിനിറ്റ്സ് നമ്മൾ കഴിക്കാൻ വേണ്ടി നോക്കിയിട്ട് ഒരു നല്ലൊരു ഹോട്ടൽസ് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഈ ജംഗ്ഷനിൽ തന്നെ വന്നപ്പോഴാണ് നമുക്ക് ഇവിടെ പൊള്ളാച്ചി ടൗണിൽ തന്നെ റൗണ്ട് അബൌട്ടിൽ തന്നെ നമുക്ക് ആനന്ദഭവൻ എന്ന ഹോട്ടൽ കിട്ടി. അപ്പൊ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. പൂരി, 3 സെറ്റ് പൂരിയാണ് എല്ലാവരും ഓർഡർ ചെയ്തേക്കുന്നത്. ഇവിടെ ടീയും കോഫിയും ഇല്ല, പൂരി മാത്രമേ ഉള്ളൂ. പൂരി ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. വെജിറ്റേറിയൻ ഹോട്ടലിലെ കണ്ടതുകൊണ്ടാണ് ചാടി കയറിയത്. പക്ഷെ ചായ കിട്ടിയില്ല. അതെ, ചായ കാപ്പിയോ എന്ന് ചോദിക്കുമ്പോ ചായ എന്ന് പറയാൻ വേണ്ടി ചേട്ടാ 3 ചായ എന്ന് പറയണേക്കുമ്പോ തന്നെ ടീയും കോഫി ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞങ്ങൾക്ക് ഇത്ര നേരം ഇരുന്നപ്പോ വിശന്നൊന്നുമില്ല. 10 മണിയായി. അതിനിടയിൽ ഞങ്ങളൊന്ന് ചെറിയ തടയൊക്കെ ഇട്ടായിരുന്നു. നമ്മളിവിടെ ചായ നമ്മുടെ പാലേക്കര ടോൾ പ്ലാസയിൽ തൃശ്ശൂരി, അത് കഴിഞ്ഞപ്പോ തന്നെ അവിടുന്ന് ഞങ്ങളൊരു ചായയും 2 സമൂസയും കഴിച്ചു. അടിപൊളിയായിരുന്നത്, നല്ല ചായയാണ് അവിടെ. ചൂടൻ സമൂസ. എറണാകുളത്ത് നിന്ന് വരുമ്പോ പാലേക്കര ടോൾ പ്ലാസ കഴിയുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡിൽ. ഇപ്പൊ ബാക്കിയുള്ളവർക്ക് ആരെങ്കിലും ലോങ് ഒക്കെ വരാൻ നേരത്ത് വെളുപ്പിനൊക്കെ വരുമ്പോ റിഫ്രഷ് ഒക്കെ ചെയ്യാനായിട്ട് അവിടെ അടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. റിഫ്രഷ്മെന്റ് സെന്റർ ഉണ്ട്, പേ ആൻഡ് ടോയ്ലറ്റ് ഉണ്ട്, റിഫ്രഷ്മെന്റ് സെന്റർ ഉണ്ട്. അതേപോലെ തന്നെ തൊട്ടടുത്തൊരു ചായക്കട ഉണ്ട്. അവിടെ 10 രൂപകളിൽ ചായയും കടിയൊക്കെ ആയിട്ട്. അപ്പൊ അടിപൊളിയാണ്, നല്ല അടിപ്പൻ ചായ ആയാലും കടിയായാലും അടിപൊളി. ചായ ആയാലും കടിയായാലും 10 രൂപ, നല്ല ടേസ്റ്റ് വരും. അതൊന്നും എല്ലാവരും ട്രൈ ചെയ്യണത് നന്നായിരിക്കും. ചൂടൻ കിട്ടിയത് കൊണ്ടാണ് അത്രയും ആൾക്കാർ തിരക്ക് വരുന്നോണ്ട് എപ്പോഴും തീർന്നു പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അവന്മാര് അപ്പൊ തന്നെ വറുത്ത് കോരിയിരുന്നത്, ഉണ്ടാക്കി കോരിയിരുന്നത്. എനിവേ അവര് വരുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞങ്ങക്ക് കിട്ടിയ ഫീല് കിട്ടുമോ നോക്കാല്ലോ. അപ്പൊ
ഞങ്ങൾ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അടുത്തത് ഇനി പോണ്ട റൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴനി, പൊള്ളാച്ചി നേരെ പഴനി നിന്ന് ഒറ്റച്ചിത്രയിൽ നിന്ന് മധുര, രാമേശ്വരം അങ്ങനെ പോകുന്നത്. വൈകുന്നേരം 5 മണിയാണ് എത്തുമ്പോൾ എന്തായാലും. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. പിന്നെ ഒരു രസമുള്ള കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ കാറ്റാടികൾ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പൊള്ളാച്ചി എത്തിയെന്ന്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതലും കാറ്റാടികളുള്ളത്. കാണാൻ നല്ല ഭംഗിയാണ്. ഭയങ്കര ഉയരത്തിലാണ് അത് നിൽക്കുന്നത്. അതിന്റെ എന്താണ് ലീഫൊക്കെ ഭയങ്കര വലുതാണ്. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്കും കുഞ്ഞാണെങ്കിലും അതിന്റെ ലീഫ് തൊട്ടടുത്തോട്ട് ചെല്ലുമ്പോൾ മാത്രമേ അതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാകുള്ളൂ. നല്ല രസമാണ് ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാനായിട്ട്. ഞങ്ങളിപ്പോ മധുര എത്താറായി. മധുരയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ഇപ്പഴാണ്, ഏകദേശം ഒരു 30 കിലോമീറ്റർ മധുര എത്തി. അപ്പോൾ ഒരു കറക്റ്റ് ഒരു 1:15 ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ പെട്ടെന്നൊരു ഭയങ്കര കൗതുകമായിട്ട് സംഭവം തോന്നി. അതായത് ഒരു നോൺ വെജ് റെസ്റ്റോറൻ്റ് ആണ്. ഇതിൻ്റെ തന്നെ വെജ് റെസ്റ്റോറൻറ്റ് അപ്പുറത്തുണ്ട്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവര് ഡിന്നർ കഴിക്കുന്നത് ഒരു വെറൈറ്റി രീതിയിലാണ്. എല്ലാം രാത്രി സമയത്തായിരിക്കും കൂടുതൽ ഭംഗിയും കൂടുതൽ ഭംഗിയായിരിക്കും. മുകളിലൊക്കെ ഉണ്ട്. അതെ അതെ അതെ. ഇത് കണ്ടെയ്നറിലാണ് കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. കംപ്ലീറ്റ് എല്ലാം കണ്ടെയ്നറിലാണ്. അത് കാണുമ്പോൾ അത് ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ സീറ്റിംഗ് അറേഞ്ച് ചെയ്തേക്കുന്നതൊക്കെ ഒരു വെറൈറ്റി രീതിയിലാണ് അവർ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. വല്ലാത്ത എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയർ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സീറ്റിംഗ്. ഞാനതിപ്പോൾ കാണിച്ചു തരാട്ടത്. ഊഞ്ഞാലാടി ഫുഡ് കഴിക്കാം. അത് നല്ലൊരു വെറൈറ്റി സംഭവമാണ്. അത് വൈകുന്നേരം വന്നിരിക്കുമ്പോൾ ഇവിടെ കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നല്ല വൈബായിരിക്കുള്ളൂ. ഞാൻ ആ ഊഞ്ഞാലിൻ്റെ ഇത് കാണിച്ചു തരാം. ഊഞ്ഞാലാടിയാണ് ഫുഡ് കഴിക്കണത്. നല്ല അറേഞ്ച്മെന്റ് അടി. എനിക്കൊന്ന് 6 പേർക്ക് ഇരിക്കാം. 3 മുതലേ 6 പേർക്ക് ഇതിനകത്ത് ഇരിക്കാം. ഒരു വെറൈറ്റി ഒരു സംഭവമാണ്. നമ്മൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. ഇത് നൈറ്റ് ഉണ്ട്. ഭയങ്കര ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നല്ല വൈബായിട്ട് കിട്ടും. കണ്ടെയ്നറിലാണ് ഇത് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് തൊട്ടപ്പുറത്ത് ഇവരുടെ തന്നെ വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. തൊട്ടപ്പുറത്ത് ഇവരുടെ വെജിറ്റേറിയൻ ഹോട്ടലാണ് ഇവരുടെ തന്നെ. ഇത് നോൺ വെജാണ്. മുകളിൽ അതുപോലെ തന്നെ മുകളിൽ നൈറ്റ് രാത്രിയിലേക്ക് വന്നിരിക്കാനായിട്ട് മുകളിലും റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലേ ഭംഗിയാണ് ചേട്ടാ. അടിപൊളിയായിട്ട് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ആംബിയൻസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. ആ ലൈറ്റൊക്കെ സൈഡിൽ കൊടുത്തേക്കുന്നതും എനിക്കിഷ്ടപ്പെട്ടു. കുഞ്ഞു ജനാലേക്ക പുറമെ ഞങ്ങള് മധുര എത്തി. സമയം ഏകദേശം 2:40 ഇനിയും ഒരു 3 മണിക്കൂർ പോകാനുണ്ട് ഈ രാമേശ്വരത്തേക്ക്. മധുര ടൗൺ ആണിത്. വലിയൊരു ടൗണാണ് മധുര. നല്ല തിരക്കും റഷുള്ള ഏരിയയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മളൊരു ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. അപ്പോൾ ഒരു പാലത്തിൻ്റെ അടിയിൽ കൂടിയൊക്കെ പോയിട്ട് വേണം ഇനി പോകാനായിട്ട്. അപ്പോൾ വഴി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പാമ്പം ഭാഗത്തിലോട്ട് കയറാൻ വേണ്ടി കേട്ടാ. ഇപ്പൊ സമയം 5:30.
പാമ്പൻ പാലത്തിലൂടെ എത്താൻ പോണ്. വൈകുന്നേരത്തെ പാമ്പൻ പാലത്തിലെ വ്യൂ എന്താണെന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് അടുത്ത നമ്മൾ പാമ്പൻ പാലത്തിൽ വന്നുള്ള വീഡിയോസ് എടുക്കുള്ളൂ. പോകുമ്പോ എങ്ങനെയാണെന്നുള്ളത് നോക്കാട്ടോ. നമുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാലത്തിലെ ഒന്നാണ് പാമ്പൻ പാലം. ഇതിന്റെ സൈഡിൽ കൂടി ഒരു റെയിൽവേയും കൂടി പോകുന്നുണ്ട്. റെയിൽവേ കണ്ടത് റെയിൽവേ പോകുന്നതാണ് ആ സൈഡിൽ കൂടി. രണ്ട് സൈഡും കടൽ. സ്റ്റാർട്ട് ചെയ്തു. വണ്ടി നിർത്തി വീഡിയോസും ഫോട്ടോസും എടുക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആരും ഒന്നും പറയൊന്നുമില്ല. കാരണം എല്ലാ ടൂറിസ്റ്റുകളും ഇവിടെ വന്നിട്ടാണ് വീഡിയോസും ഒക്കെ എടുക്കുന്നത്. പാലത്തിന്റെ സൈഡിൽ വണ്ടി നിർത്തിയാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോഴും റെയിൽവേയുടെ അറ്റകുറ്റപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിപ്പുണ്ട് ഇവിടെ. പുതിയത് അപ്പുറത്ത്, പഴയത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് രണ്ട് റെയിൽവേ പാലമുള്ളത്, ഒന്ന് പഴയതും ഒന്ന് പുതിയതും. പുതിയത് അപ്പുറത്തുണ്ട്, പഴയത് അത് കൂടി ഇനി പോകാൻ പറ്റത്തില്ല. കാരണം അത് അന്നത്തെ ദുരന്തത്തോടുകൂടി അത് നശിച്ചുപോയി. കുറച്ചങ്ങോട്ട് പോയിട്ട് അവിടെ നിർത്താം. അത്യാവശ്യം നീട്ടം കൂടിയ ഒരു പാലം തന്നെയാണ് അത്. എനിക്കൊന്ന് 2.5 കിലോമീറ്ററോളം ഉണ്ട് ഈ പാലം. റെയിൽവേ ആ പാലം നമുക്ക് ശരിക്കും പറഞ്ഞാൽ പൊങ്ങും ഇവിടെ കാണുന്നത്. ഇല്ല, ഇപ്പോഴില്ല. കാരണം ഇപ്പൊ ഇവിടെ പോകുന്നില്ല, നിർത്തി വെച്ചല്ല. ആളുകളൊക്കെ ഇവിടെ വന്ന് റൈറ്റ് സൈഡിലാണെങ്കിൽ ഒരുപാട് ഷിപ്പ് ഫിഷിംഗ് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടേക്കാ. എല്ലാരും വണ്ടി ഇവിടെ ഒതുക്കുന്നുണ്ട്. ഇവിടെ വണ്ടി ഒതുക്കി വീഡിയോസ് ഒന്നും എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആരൊന്നും പറയില്ല, കാരണം എല്ലാവരും ചെയ്യുന്നതാണ്. അതിന് വിഷയങ്ങളൊന്നുമില്ല ഇവിടെ. പാമ്പൻ പാലത്തിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇന്ത്യയിലെ 2ാമത്തെ നീളം കൂടിയ കടൽപ്പാലമായിരുന്നു ഇത്. ഈ പാമ്പൻ പാലത്തില് പണ്ട് കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് കോയമ്പത്തൂർ മുതൽ ധനുഷ്കോടി വരെ ട്രെയിനിന്റെ ഫെസിലിറ്റീസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ 1964 ഡിസംബർ 22 ഒരു വലിയൊരു ദുരന്തം തന്നെ അവിടെ ഉണ്ടായി. ആ സമയത്ത് ധനുഷ്കോടി അപ്പാടെ നശിഞ്ഞു പോയിരുന്നു. ആ നശിഞ്ഞു പോയ സമയത്ത് ഒരു ട്രെയിൻ വെള്ളത്തിലേക്ക്, കടലിലേക്ക് മറിഞ്ഞു പോയിട്ടുണ്ട്. അതിനുശേഷം അവിടെ ഒരു ട്രെയിനും പിന്നെ ഓടിയിട്ടില്ല. അത് മാത്രമല്ല, ഈ പാമ്പൻ പാലത്തിന് പണ്ട് വലിയൊരു ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കില്, ഷിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന സമയത്ത് പാലങ്ങള് പൊങ്ങുമായിരുന്നു. അങ്ങനെ ഒരു ഫെസിലിറ്റി നമ്മളുടെ എറണാകുളത്തും ഉണ്ട്. നമ്മൾ എറണാകുളത്ത് കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല, പണ്ടുണ്ടായിരുന്നു.
രക്ഷയില്ലട്ടാ. ഒരുപാട് ഷിപ്പിങ്ങനെ നിർത്തിയിട്ടൊക്കെ ഉണ്ട് ഇവിടെ. ഫിഷിംഗ് ബോട്ടാണ്, ഫിഷിംഗ് ബോട്ട് നങ്കൂര് ഇട്ടിരിക്കുകയാണ്. പാമ്പമ്പാലം ഓടിത്തീരാറായല്ലോ. അല്ലെ, ഒരുപാട് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട്, ഫിഷിംഗ് ബോട്ടുകൾ. എല്ലാവരും എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങോട്ട് അടുക്കും തോറും മറ്റേ കടലിന് അധികം ആഴുമില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവർ ആ സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ടേക്കണത്. ഇവർക്ക് ഇങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലാവരും ബോട്ട് നടുക്കൊണ്ടിട്ടിട്ട് വഞ്ചിക്ക് അവിടെ പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ പോകുന്നത്. അങ്ങനെ പാമ്പമ്പാലം ഓടി തീർന്നു. നമുക്ക് തിരിച്ചു വരുമ്പോ ഇവിടെ നമുക്ക് നിർത്തി. ഇപ്പൊ നമ്മൾ ഈവനിങ്ങിലാണ് നമ്മൾ ഇത് ചെയ്തത്. അപ്പൊ മോർണിംഗിൽ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് അതും കൂടി ചെയ്യാം. രാമേശ്വരത്തിന്റെ അകത്തായിട്ട് കുറച്ചധികം ഷോപ്സുകൾ ഉണ്ട്. ഈ ഷോപ്പിലൊക്കെ ഓൾമോസ്റ്റ് ഒരു ഷോപ്പിലുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും അപ്പുറത്തെ ഷോപ്പിലും ഉള്ളത്. പക്ഷെ റേറ്റ് ചോദിക്കുമ്പോൾ മാത്രം വ്യത്യാസമായിട്ടുണ്ട് അവർ പറയുന്നത്. ഒരു ഷോപ്പിൽ നമുക്കിപ്പോ 200 റുപ്പീസിന്റെ ഒരു സാധനം അപ്പുറത്തെ ഷോപ്പിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇത് 250 ആയിട്ടുണ്ടാവും, 270 ആയിട്ടുണ്ടാവും, ചിലപ്പോൾ 300 ആയിട്ടുണ്ടാവും. അങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. ഓരോരുത്തരെ കാണുന്നതനുസരിച്ചിട്ട് റേറ്റ് കൂട്ടുന്നതാണോ എന്ന് മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആരും തന്നെ അവിടുന്ന് അധികം ഷോപ്പ് ചെയ്തില്ല. 1-2 സാധനങ്ങൾ മാത്രമേ അവിടെ നിന്ന് വാങ്ങിയുള്ളൂ. കാരണം ഇങ്ങനത്തെ റേറ്റിന്റെ വേരിയേഷൻ കണ്ടപ്പോ എന്തോ പോലെ. പല സ്ഥലങ്ങളിലും നമ്മൾ പോയിട്ടുണ്ടെങ്കിലും എല്ലായിടത്തും ഒറ്റ റേറ്റ് ആയിരിക്കും അവർ ഇട്ടേക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണെന്ന് അറിയില്ല, റേറ്റിൽ നല്ല വേരിയേഷൻസ്. ഓരോ കടയിലും ഓരോ റേറ്റ്. അപ്പൊ അതുകൊണ്ട് ഷോപ്പിംഗ് ഞങ്ങൾക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. പിന്നെ സെയിം സാധനങ്ങൾ തന്നെ കൂടുതലും അവര് ഈ ഹിന്ദുക്കളുടെ ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളായിരുന്നു. പിന്നെ ഡെക്കറേഷൻ ഐറ്റംസുകളോ അല്ലെങ്കിൽ ക്രോക്കറി ഐറ്റംസുകളോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഷോക്കേസിൽ എടുത്തു വെക്കാൻ പറ്റിയത് അതൊന്നും അല്ല. ഇതൊക്കെ ഒരു എന്താ പറയണത്, വെൽത്തിന് വേണ്ടിയിട്ടുള്ള കുറെ സാധനങ്ങളില്ലേ, അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു കൂടുതലും. പിന്നെ അതിന്റെ ഉള്ളിൽ കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളില് ഷോപ്പ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ നീങ്ങുമ്പോഴത്തേക്ക് ഓരോ സെക്ഷനുകളായിട്ട് നിറയെ പില്ലേഴ്സ് വെച്ചിട്ടാണ് ഓരോ ഭാഗങ്ങളും അവർ കെട്ടിയെടുത്തിരിക്കുന്നത്. പിന്നെ 4 എൻട്രൻസ് ഉണ്ടെന്ന് തോന്നണം അവിടെ. 4 ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ വലിയ കവാടം പോലത്തെ വാതിലൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 4 എൻട്രൻസ് ഉണ്ടെന്ന്. ഞങ്ങൾ ഒരു എൻട്രൻസ് കൂടിയാണ് കയറിയത്.
ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർ കൂടെ അയച്ചു കൊടുക്കുക. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ Ciao. ബൈ.